ഇത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ചരിത്ര പ്രാധാന്യവും ചൈതന്യപ്രഭാവവും അതുപോലെ ഐതിഹ്യ പെരുമകളും എല്ലാം സമ്മേളിച്ച ഒരു മഹാക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 4 ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പഴയ കോലത്തുനാട്ടിന് ഐമ്പെരുമാളിടം എന്നൊരു പേരുണ്ട്. 5 രാജപെരുമാക്കന്മാരുടെ നാട്, ക്ഷേത്രപെരുമാക്കന്മാരുടെ നാട് എന്നാണ് അർത്ഥം. അതിൽ തെക്കൻ തട്ടകത്തിൻ്റെ അധിപനായ തിരുവങ്ങാട് ശ്രീരാമചന്ദ്ര പെരുമാളുടെ മഹാക്ഷേത്രമാണ് ഈ കാണുന്നത്. അതിവിശാലമാണ് ഈ ക്ഷേത്രസന്നിധാനം. ശ്വേതാരണ്യപുരമെന്ന തിരുവങ്ങാടിൻ്റെ ഹൃദയസ്ഥാനം അലങ്കരിക്കുന്ന മഹാക്ഷേത്രം. കേരളീയ ക്ഷേത്രവാസ്തുവിദ്യയുടെ ലക്ഷണയുക്തമായ മാതൃകയാണ് ഈ ക്ഷേത്രം. മഹാക്ഷേത്രങ്ങൾക്ക് വിധിക്കപ്പെട്ട മണ്ഡപപ്രാകാരങ്ങൾ ഉൾപ്പെടെ സർവാംഗ പ്രത്യേകതകൾ. പ്രൗഢമാണ് ഈ ക്ഷേത്രപ്രാസാദങ്ങളെല്ലാം. മലബാർ മാനുവൽ കർത്താവായ വില്യം ഡോഗൻ ബ്രാസ് പഗോഡ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിനകത്ത് അനുഗ്രഹവർഷവുമായി ചതുർബാഹുവായ ശ്രീരാമപ്പെരുമാൾ, ശംഖും ചക്രവും ഗദയും പിന്നെ അഭയവും ഈ രാമനാരായണൻ്റെ ഹസ്തമുദ്രകൾ. ചതുർബാഹുവാണ് മുഖ്യമൂർത്തി വിഗ്രഹം. ഗർഭഗൃഹത്തിന് പുറത്ത് അഗ്രമണ്ഡപത്തിൽ രാമദാസനായി നിൽക്കുന്നത് ഭക്താഞ്ജനേയൻ്റെ പഞ്ചലോഹ വിഗ്രഹമാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണത്രേ ഇവിടുത്തെ ദേവസാന്നിധ്യം. കേരളീയ ക്ഷേത്രനിർമ്മാണ ശൈലിയുടെ ആദിമഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇവിടുത്തെ വാസ്തുനിർമ്മിതികളെല്ലാം. 1815 ഈ ക്ഷേത്രമതിൽ പണിതത് പഴശ്ശിരാജാവിനെ നിഗ്രഹിച്ച തോമസ് ഹാവേ ബാബർ എന്ന ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹം ഇവിടുത്തെ ഭക്തനായിരുന്നു അത്രേ. ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രത്തെ ആക്രമിച്ചതായുള്ള കഥകളുമുണ്ട്. കേട്ടുകേൾവി കഥകളാണ് ഏറെയുള്ളത്. തലശ്ശേരിയുടെ പ്രാചീന നാമം തിരുവങ്ങാട് എന്ന ശ്വേതാരണ്യപുരമാണെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഗസറ്റീർ ഓഫ് മദ്രാസ് പ്രൊവിൻസസ് ഈ കാര്യം രേഖപ്പെടുത്തുന്നു. AD 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതി. അതിന് സാക്ഷ്യപത്രമായി വട്ടെഴുത്തിലുള്ള പ്രാചീന ലിഖിതം കാണാം. പ്രാസാദത്തിൻ്റെ ആകാരസൗഷ്ഠവം മുഴുവൻ ഏറ്റുവാങ്ങിയതാണ് ശില്പാലങ്കൃതമായ ഈ ബലിപീഠം. ക്ഷേത്രാകാരത്തിൻ്റെ ഔന്നത്യം മുഴുവൻ ഏറ്റുവാങ്ങിയതാണ് ഉയരമേറിയ ഈ ധ്വജസ്തംഭം. ശില്പഗാംഭീര്യത്തിൻ്റെ പര്യായമാണ് ഇവിടുത്തെ നമസ്കാര മണ്ഡപം. സഹസ്രദാരുശില്പങ്ങളുടെ മഹാമേള. രാമായണ കഥകൾ മുഴുവൻ ശില്പകാവ്യങ്ങളായി മണ്ഡപമച്ചിനെ അലങ്കരിക്കുന്നു. ബാലകാന്ഡം മുതൽ വനവാസവും യുദ്ധകാന്ഡവും പിന്നെ പട്ടാഭിഷേകവും വരെ. കേരളീയ ദാരുശില്പ പാരമ്പര്യത്തിൻ്റെ പ്രദർശനശാലയാണ് ഈ ക്ഷേത്രപ്രാസാദങ്ങൾ. ഏറ്റവുമധികം ഗജവീരന്മാരെ എഴുന്നള്ളിക്കുന്ന മഹോത്സവം. ശില്പചാതുരി കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള വാസ്തുകലയ്ക്ക് തന്നെ മകുടോദാഹരണമായിട്ടുള്ള ഒരു ശ്രീകോവിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. അതുപോലെ തന്നെ മണ്ഡപവും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഒപ്പം മണ്ഡപത്തിലാണെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് മണ്ഡപത്തിലൊരു ദേവതാ ചൈതന്യം, പ്രത്യേകിച്ച്
ശ്രീപോർക്കലി ചൈതന്യം കുടികൊള്ളുന്ന ഒരു അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സാന്നിധ്യം കൂടിയാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മണ്ഡപം. ദാരുശില്പങ്ങളുടെ പ്രദർശനശാല കൂടിയായ ഈ മഹാക്ഷേത്രത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് കാലത്തിൻ്റെ കൂടി കടമയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത വിധത്തിലുള്ള നവീകരണമാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സൗഭാഗ്യദായകമായ ഒരു ദൗത്യമാണിത്. ഈ നവീകരണ യജ്ഞത്തിൽ പങ്കാളികളാകുമ്പോൾ അത് പ്രാർത്ഥന പോലെ സൗഭാഗ്യദായകവുമാവും. ഭക്തർക്ക് ആഗ്രഹസാഫല്യമെന്നത് വിശ്വാസവും ലക്ഷ്യവുമാണ്.